ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതോരം മുമ്പേ സീരിയലിലെ ഇന്നത്തെ പുസ്തക വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാമച്ചാൻ ഗ്രേസിയമ്മയോട് ചോദിക്കുന്നുണ്ട്, അലീനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വൈജെന്ന് പറഞ്ഞ സ്ത്രീക്ക് ഒരു പണി കൊടുക്കാൻ പറ്റില്ലേ എന്ന്. അന്നേരം ഗ്രേസിയമ്മ പറയുകയാണ്, അതൊന്നും നടക്കില്ലെന്നേ. ആ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളില്ലേ, അയാളൊരു നല്ല മനുഷ്യനാണ്. ഇനി ഈ കാര്യം എല്ലാം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതം തകർന്നു പോവും. പിന്നെ അവർക്ക് മുന്നോട്ടൊരു ജീവിതമുണ്ടോ? അതുകൊണ്ടാണ് അവൾ ഇതെല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, ഇനി അലീനയോട് അവിടെ ജോലിക്ക് നിൽക്കേണ്ടെന്നൊക്കെ പറയാനായിട്ട്. തൊഴിലുറപ്പ് പണിക്കോ അല്ലെങ്കിൽ റോഡ് പണിക്കോ പോയാൽ പോലും ഇതിനേക്കാൾ കൂടുതൽ അന്തസ്സുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം? ശരിക്കും കൂടപ്പറപ്പുകളും അമ്മയൊക്കെ ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ആ പെൺകൊച്ച് ഈ ദുരിതം മൊത്തം അനുഭവിച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കിയത്. ഒന്ന് ഓർത്ത് നോക്കിയേ, സ്വന്തം ആങ്ങളെയും കസിനും കൂടെ ചേർന്നിട്ടാണ് ആ പെൺകുട്ടിയെ നശിപ്പിക്കാനായിട്ട് നോക്കിയത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൾ വയറ്റിലേക്ക് അത്രയും കുത്തിക്കയറ്റിയത്. മാമച്ചാൻ ആകെ ഇത് ഷോക്കായിട്ട് കേട്ട് നിൽക്കുകയാണ്. കാരണം ഇക്കാര്യങ്ങളൊന്നും മാമച്ചാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞതെന്ന് മാമച്ചാൻ ചോദിക്കുമ്പോഴേക്കും ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അയ്യോ ഞാനത് മാമച്ചായനോട് പറയാനായിട്ട് മറന്നു പോയതാണ്. എന്നോട് രേവതിക്കുട്ടിയാണ് പറഞ്ഞത്. രേവതിക്കുട്ടി അന്നൊന്നും എന്നോട് പറഞ്ഞില്ല. കുറച്ച് ദിവസം മുമ്പാണ് രേവതിക്കുട്ടി എന്നോട് ഈ കാര്യമൊക്കെ പറഞ്ഞത്. നമ്മളന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴേ രേവതിക്കുട്ടിയോട് അലീന തന്നെ ഈ കാര്യമൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും മാമച്ചായൻ പറയുന്നുണ്ട്, ഇനി ഒരു കാരണവശാലും അവൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അവളെ അവിടെ നിങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ കൂട്ടത്തിൽ ഇനി ആരെങ്കിലും വിവാഹം കഴിക്കാതിരിക്കുന്നുണ്ടോ നീ ഒന്ന് ആലോചിച്ചെന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അവന് അലീനെ നമുക്ക് കെട്ടിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണ് ഗ്രേസിയമ്മയാണെങ്കിലും ഇതേപ്പറ്റിയൊക്കെ ആലോചിക്കുന്നത്. അന്നേരം ഇനി ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ഗ്രേസിയമ്മ ആലോചിക്കുന്നുണ്ട്. അലീനയെ കെട്ടിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരാമെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ അലീനയാണ് കാണിക്കുന്നത്. അലീന ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി താഴോട്ട് വരുമ്പോഴേക്കും രോഹിത് മുകളിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് നീ ഒന്ന് നിന്നേന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞല്ലേ? നീ അമ്മയോട് ഈ കാര്യങ്ങളൊന്നും പറയില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും അലീന പറയുകയാണ്, നീ നന്നാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇക്കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. പക്ഷെ നീ നന്നാകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും മേഡത്തിനോട് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും രോഹിത് ചോദിക്കുന്നുണ്ട്, എന്നെ നന്നാക്കലാണോ നിന്റെ പണി? അതിനാണോ നിന്നെ ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്നത്? അല്ലല്ലോ, പിന്നെ നീ എന്തിനാ എന്നെ നന്നാക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇനി നീ നന്നാകുവോ ചീത്തയാകുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ആ കാര്യങ്ങളെല്ലാം വിട്ടു. ഇന്നോ നാളെയോ ആയിട്ട് ഞാൻ ഇവിടുന്ന് പോകേണ്ടവളാണ്. അതുകൊണ്ട് ഇനി ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അലീന. എന്തൊക്കെയാണെങ്കിലും എൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞു കൊടുത്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നീ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞു. എൻ്റെ മുമ്പിലിരുന്ന് എൻ്റെ അമ്മ അങ്ങനെ പൊട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറെ ഞാൻ നിന്നെയും കരയിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ രോഹിത്. അന്നേരം അലീന പറയുന്നുണ്ട്, നിന്റെ അമ്മ നിന്നെ ഓർത്ത് കരഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തത് നിന്റെ ഗതികേട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, നീ ആരാടി എനിക്ക് വേണ്ടിയിട്ട് കരയാൻ? നീ എൻ്റെ ആരെങ്കിലും ആണോടി എന്നൊക്കെ ഇങ്ങനെ രോഹിത് ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് നിന്റെ ഗതികേടെന്ന്. ഇനി കൂടുതലൊന്നും പറയാൻ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവിടുന്ന് ദേഷ്യപ്പെട്ട് താഴോട്ട് ഇറങ്ങി പോരുകയാണ്. അന്നേരം രോഹിത് ആണെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെട്ട് അലീനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അലീനയാണെങ്കിലും സ്റ്റെയർ ഇറങ്ങി താഴോട്ട് വന്നിട്ട് രോഹിത്തിനെ ഒന്ന് നോക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടീനെയാണ്. രേവതിക്കുട്ടിയും ഗ്രേസിയമ്മയും അതുപോലെ മാമച്ചാനും ഒക്കെ കൂടിയിട്ട് ഷെറിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡിയാകുകയാണ്. മാമച്ചായ റെഡിയായിട്ട് രേവതിക്കുട്ടീനെ വന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് മാമച്ചായനോട്, നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയാമോ എന്ന്. അന്നേരം മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, റൂട്ട് എന്തിനാ നീ നോക്കുന്നത്? നിനക്ക് അതിന് വണ്ടി ഓടിക്കാൻ അറിയാവുന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒന്ന് പറയുന്ന ഒരു കാര്യത്തിനെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രേവതിക്കുട്ടി. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അതെ നമുക്ക് കൊല്ലം വരെ ഒന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. കൊല്ലത്ത് എന്തിനാ പോകുന്നത് എന്നിങ്ങനെ മാമച്ചായൻ ചോദിക്കുമ്പോഴേക്കും ചിന്നക്കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ രേവതിക്കുട്ടി പറയുകയാണ് കേട്ടോ. വീണ്ടും ഒരു 50 കിലോമീറ്ററും കൂടി മുന്നോട്ട് ഓടിക്കണം എന്നിങ്ങനെ പറയുകയാണ് മാമച്ചായൻ. പുനലൂർ പോകാനായിട്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഇങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും അന്നേരം അവിടുന്ന് 150 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങോട്ട് എന്തായാലും 150 കിലോമീറ്റർ വണ്ടി ഓടിക്കണ്ടേ, അതിൻ്റെ കൂടെ ഒരു 50 കിലോമീറ്ററും കൂടെ അങ്ങ് ഓടിക്കാമല്ലോ, എനിക്ക് ചിന്നക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ രേവതിക്കുട്ടി. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, ആഹാ അമ്പടി. അപ്പം മാമച്ചായൻ പറയുന്നുണ്ട്, ആഹാ നീ കൊള്ളാവല്ലോ. എടി നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം, അത് നടത്തി തരണോ വേണ്ടതെന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ. എന്തായാലും നീ റെഡിയായിട്ട് താഴോട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് മാമച്ചായൻ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും രേവതിക്കുട്ടിയുടെ രീതിയും പറച്ചിലൊക്കെ നമുക്കറിയാമല്ലോ. അവൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ചാടി ഇറങ്ങി താഴോട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴേക്കും ഗ്രേസിയമ്മ രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എടി എൻ്റെ മേക്കപ്പ് കൂടുതലാണോ, കാണാൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സുന്ദരിയാ, ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് രേവതിക്കുട്ടി. അന്നേരം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പം എന്നെ കാണാനോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നീയും സുന്ദരിയാ എന്നിങ്ങനെ അവർ പറയുകയാണ്.
അങ്ങനെ കുറച്ചു നേരം ആ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്നിട്ട് മാമച്ചായൻ ജോസൂട്ടിയോട് പറയുന്നുണ്ട്, എടാ നീ വീടൊന്ന് നോക്കിയേക്കണം, ഞങ്ങൾ പുനലൂർ വരെ ഒന്ന് പോകുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അന്നേരം ജോസൂട്ടി ചോദിക്കുന്നുണ്ട്, ഡ്രൈവർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ എനിക്ക്, വണ്ടി കഴുക്ക് മാത്രമാണ് എൻ്റെ ജോലി. ഇപ്പം വണ്ടി കഴുകി ഇരുന്നിരുന്ന് ഞാൻ വണ്ടി ഓടിക്കാൻ മറന്നു പോകുന്ന ലക്ഷണമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അന്നേരം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആഹാ കഴിഞ്ഞ ദിവസം ഞാൻ നിന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം ജോസൂട്ടി പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നിങ്ങൾ എല്ലായിടത്തും എന്നെ കൊണ്ടുപോകുമായിരുന്നു, ഇവളിങ്ങോട്ടേക്ക് വന്നേ പിന്നെ എനിക്ക് ജോലി ഇല്ലാണ്ടായെന്നൊക്കെയുള്ള രീതിയിൽ ജോസൂട്ടി പറയാൻ കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, പിന്നെ ഇവൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഞാൻ വണ്ടി ഓടിക്കുമെന്ന്. ഞാൻ വണ്ടി ഓടിക്കാറൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, ഓ നീ അത് വിടുന്നേ, അത് വിട്ട് കാണാം, എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിക്കകത്ത് കയറിയിരിക്കുകയാണ്. വണ്ടി എടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ രേവതിക്കുട്ടി ജോസൂട്ടിയോട് പറയുന്നുണ്ട്, അതെ കറക്റ്റ് സമയത്ത് പട്ടിക്ക് ചോറ് കൊടുത്തേക്കണം, അതുപോലെ ജോസൂട്ടി ചേട്ടൻ കഴിക്കാനുള്ള ചോറ് ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് മറന്നു പോകരുതെന്നൊക്കെ പറയുമ്പോഴേക്കും നീ പോടി ഞാനത് ചെയ്തോളാം എന്നൊക്കെ പറയാണ് ജോസൂട്ടി. അന്നേരം ഞാൻ രേവതിക്കുട്ടി ജോസൂട്ടിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ വിഷമിക്കെൻ്റെ നീ പോയിട്ട് വരുമ്പോഴേക്കും ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനെയും അലീനയെയാണ്. അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക്. ഇപ്പം എല്ലാ ദിവസവും ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് അലീനയും കൂടെ പിടിച്ചെടുത്തിട്ട് അവർ ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അന്നേരം അലീന ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അലീനയെ ശ്രദ്ധിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്, അലീനയും എഴുന്നേൽക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച പ്ലേറ്റൊക്കെ അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് അലീന തിരിച്ചു വരുമ്പോഴേക്കും ബാലചന്ദ്രൻ കൈ കഴുകിയിട്ട് വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, അതെ എൻ്റെ റൂമിൽ പെൻ ഹോൾഡറിൽ ഒരു കത്രിക ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. അന്നേരം അത് കേട്ട് ഇങ്ങനെ പേടിച്ച് വറച്ച് നിൽക്കുകയാണ് കേട്ടോ അലീന. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങനെ പേടിച്ച് പതറി നിൽക്കൊന്നും വേണ്ട, നീ പോയി അതിങ്ങ് എടുത്തുകൊണ്ട് വന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് അലീന റൂമിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ആ കത്രിക ഇങ്ങനെ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അലീനയുടെ കൈ വിറക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ കത്രിക എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴേക്കും അലീനയ്ക്ക് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ വരികയാണ് കേട്ടോ. അങ്ങനെ ആകെ വിഷമിച്ചാണ് കേട്ടോ അലീന ആ കത്രികയായിട്ട് വരുന്നത്. അങ്ങനെ ആ കത്രികയായിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് വരുമ്പോഴേക്കും തന്നെ ബാലചന്ദ്രൻ ആ കത്രിക അങ്ങ് മേടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് എൻ്റെ റൂമിൽ എൻ്റെ പെൻ ഹോൾഡറിൽ ഇരുന്ന കത്രികയാണ്, അതൊരിടയ്ക്ക് രോഹത്തിൻ്റെ റൂമിലേക്ക് പോയി, അത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷേ ഈ കത്രിക തിരിച്ച് എൻ്റെ കയ്യിലേക്ക് വന്നത് ആ സന്ദർഭം വളരെ ഭയാനകമാണ് അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അലീന ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നടന്ന സംഭവങ്ങളൊന്നും നീ എന്നോട് പറഞ്ഞില്ല, മനുവിനോട് പറഞ്ഞു എന്ന് എനിക്കറിയാം, പിന്നെ എന്നോടാരും പറഞ്ഞൊന്നുമില്ല, നീ എപ്പോഴെങ്കിലും എന്നോട് തുറന്നു പറയുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു, എന്നിട്ടും നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, എന്നോടല്ലായിരുന്നോ ആ കാര്യങ്ങളൊക്കെ ആദ്യം പറയേണ്ടിയിരുന്നെന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അന്നേരം അലീനയ്ക്ക് അങ്ങ് സങ്കടം വന്നു തുടങ്ങി. അന്നേരം അലീന ഇങ്ങനെ വിഷമിച്ച് പറയുന്നുണ്ട്, എനിക്കതൊരിക്കലും സാറിനോട് പറയാൻ പറ്റില്ല, അതെനിക്ക് ഇപ്പോഴും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഞാൻ ആരെക്കുറിച്ചാണ് സാറിനോട് പറയുന്നത്, സ്വന്തം മകനെക്കുറിച്ചിട്ടല്ലേ പറയുന്നത്, അങ്ങനെ ഒരു ഗതികേടിലേക്ക് സാറിനെ എത്തിക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് സോറി പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുകയാണ്, നീ എന്നോട് സോറി ഒന്നും പറയണ്ട, ശരിക്കും ഞാനല്ലേ നിന്നോട് സോറി പറയേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അലീനയ്ക്ക് അങ്ങ് ആകെ സങ്കടം വന്ന് വിങ്ങി പൊട്ടുകയാണ്. സാർ ഒരിക്കലും എന്നോട് സോറി ഒന്നും പറയല്ലേ, ഞാൻ സാറിനെ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്, അതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയുകയാണ് കേട്ടോ അലീന. എന്നിട്ട് ബാലചന്ദ്രൻ നീ ഇങ്ങനെ വന്നേന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ അടുത്തോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അലീനയെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്, നീ പൊറുക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അതുകൊണ്ട് കേൾക്കുമ്പോഴേക്കും അലീനയ്ക്ക് ആകെ പിടി വിട്ടുപോയി. അലീനയാണെങ്കിലും മുഖമൊക്കെ പൊത്തി പിടിച്ചങ്ങ് ഭയങ്കര സങ്കടത്തിൽ അങ്ങ് കരഞ്ഞു പോവുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, കരയണ്ട, സങ്കടപ്പെടണ്ട, ഇനി ഇങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അലീനയ്ക്ക് ആ സ്നേഹവും സ്വാന്തനമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, പ്രത്യേകിച്ച് ഒരച്ഛൻ്റെ. പിന്നെയും അലീന വിങ്ങിപ്പൊട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്, കരയല്ലേ, നീ ഇങ്ങനെ വീണ്ടും വീണ്ടും കരയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ റൂമിലോട്ട് പോവുകയാണ്. റൂമിലോട്ട് പോയതിന് ശേഷമാണെങ്കിലും ആ കട്ടിലിൽ കുറേ നേരം ഇങ്ങനെ തളർന്ന് വിഷമിച്ചിരിക്കുന്നുണ്ട്. അലീനയാണെങ്കിലും ഡൈനിങ് ടേബിളിൽ അവിടെ ഇരുന്നുകൊണ്ട് ബാലചന്ദ്രനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ്റെ ആ ഇരിപ്പൊക്കെ കാണുമ്പോഴേക്കും അലീനയ്ക്ക് അത് ഒരുപാട് വിഷമമാവുന്നുണ്ട്. എന്നിട്ട് അലീന ഇരുന്ന് കുറച്ചു നേരം ഇന്ന് കരയുകയാണ് കേട്ടോ. അതിനുശേഷം അലീന എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകി വന്ന് ഫ്രഷൊക്കെ ആവുന്നുണ്ട്. ഏതായാലും കരഞ്ഞു കലങ്ങിയൊക്കെ ഇരിക്കുന്നതല്ലേ, മുഖമൊക്കെ കഴുകിയിട്ട് അലീന ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ ഫോൺ എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ആഹാ ബാലചന്ദ്രനോ എന്നിങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി, എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കുശലൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ ബാലചന്ദ്രൻ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ഫോൺ എന്ത് ചെയ്യുന്നത്, ഇതിലെ കാര്യങ്ങളൊക്കെ അമ്മ പഠിച്ചോ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. ഞാനൊന്നും പഠിച്ചില്ലെന്നേ, ഇടയ്ക്ക് അലീനെ ഓരോന്നൊക്കെ പറഞ്ഞു തരും, ഇടയ്ക്ക് മനു വിളിച്ചായിരുന്നു, ഞാൻ ആ കോളിൽ എടുത്തപ്പോഴേക്കും വേറെ എന്താണ്ടൊക്കെ കയറി വന്നു,
ടച്ച് ഫോണല്ലേ, സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ബാലചന്ദ്രൻ ആ ഫോണിലെ കോൾ റെക്കോർഡിംഗ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടിയോടും മനുവിനോടും സംസാരിച്ചൊക്കെയും അതിൽ നിന്ന് സെൻഡ് ചെയ്തെടുക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ ഇതിനകത്തൊരു ഫോൺ ക്ലീനർ ഇട്ടിട്ടുണ്ട്. കാരണം കുറേ കഴിയുമ്പോൾ ഇതിനകത്ത് വല്ല വൈറസും കയറിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതിന് ഇതിനകത്തൊക്കെ വൈറസ് കയറുവോടാന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പിന്നെ ഇതിനകത്തൊക്കെ വൈറസ് കയറുമോ, ഇതൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളല്ലേ, എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളിലും ഈ പ്രശ്നം വരും എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ അമ്മയ്ക്ക് അതൊന്നും എടുത്ത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അലീനയോട് ചോദിക്കാം. അലീനയ്ക്കും അതൊന്നും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ എന്നോട് തന്നെ ചോദിച്ചാൽ മതി. അതും അല്ലെങ്കിൽ അലീനയോട് അമ്മ പറഞ്ഞാൽ മതി, അലീനയ്ക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, കൃഷ്ണമോൾ അത്യാവശ്യം അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന്. അത് നല്ലതാ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അന്നേരം മുത്തശ്ശിയാണെങ്കിലും ആ ഫോണൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇതിനകത്ത് വൈറസ് ഒക്കെ കയറിയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ബാലചന്ദ്രൻ ആണെങ്കിലും റൂമിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ആ വോയിസ് കേൾക്കുന്നുണ്ട് കേട്ടോ. ആ വോയിസിൽ അലീന ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ അമ്മയും കൂടപ്പിറപ്പും അല്ലേ എന്നോർത്തിട്ടാണ് ഞാൻ ഇതൊക്കെ സഹിച്ചത്. ഇനി പറ്റില്ല മോളെ, എനിക്ക് എല്ലാം മടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ ഞെട്ടിപ്പോയിട്ട് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലോട് ഇന്ന് സബ്സ്ക്രൈബ്